ഒന്ന് വെള്ളമടിക്ക്, താനെ വന്നോളും. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. അവള് പറയുന്നത് കേൾക്കണ്ട. ഹുസൈനെ, അവള് നിന്നെ ട്യൂൺ ചെയ്യാ. വേണ്ട എടാ ഹുസൈനെ, നിക്ക്, പറയുന്നത് കേക്ക്. വേണ്ട ഹുസൈൻ, വേണ്ട. ഹുസൈനെ ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. എടാ പറയുന്നത് കേക്ക്. നീ വീണ്ടും കുടിക്കരുത് ഹുസൈൻ, പറയുന്നത് കേൾക്ക്. തുടരുത്. ഏയ് വേണ്ട, പറഞ്ഞ കേക്ക്. എടാ വേണ്ട വേണ്ട, കുടിക്കരുത്. കുടിച്ചത് മതി, വന്ന് എൻജോയ് ചെയ്യടാ. ഞാൻ പറയണത് കേക്ക്. വേണ്ട ഹുസൈൻ, വേണ്ട ഹുസൈൻ, പ്ലീസ് വേണ്ട ഹുസൈൻ. എന്താ ഭംഗി. എന്നെക്കാൾ സൗന്ദര്യ വേറെന്താ തോന്നുന്നു? ഇത്രയോ സൗന്ദര്യമുള്ള ഭാര്യ ഉള്ളപ്പോ അവൻ എന്തിനാ പീക്കിരി പോലെയുള്ള നിന്നെ തൊടുന്നത്? മണ്ട കള്ള് നിന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ. സ്റ്റാർട്ട് നൗ. പ്ലീസ് ഹുസൈൻ, വേണ്ട. ഫ്രണ്ട് അല്ലടാ. എന്നൊന്നും ചെയ്യല്ലേ. ഫ്രണ്ടോ? നീയോ? ഫ്രണ്ടാണെങ്കിലേ ജീവൻ കൊടുത്ത് രക്ഷിക്കണോടാ. നീ ചെയ്ത തെറ്റിന് എന്നെ ഇരയാക്കിയെന്നെ തീർക്കാൻ നോക്കിയില്ലേ? നീ ഫ്രണ്ടാണോ? പോടാ മയിരെ. ഇതിന്റെ അകത്ത് മധു, പുറത്ത് മാധു, തൊട്ടടുത്ത് ചാരു. എന്താ ലൈഫല്ലേ ഇത്? കറക്റ്റ് ഹുസൈൻ, കം ഓൺ. ഐ ആം ഇൻ എ റൊമാൻറ്റിക് മൂഡ്. വേണ്ട വേണ്ട. ഒന്നുമില്ല. പോടാ. അവളെ വിടറാ, വിടറാ അവളെ. കാല് വിടറാ. പോടാ, പോ. എന്താടി വേണ്ട നിനക്ക്? ഞാൻ സോറി പറഞ്ഞതല്ലേ. സാഡിസ്റ്റിനെ പോലെ ടോർച്ചർ ചെയ്യുന്ന സൈക്കോ ആണോടി നീ? നിന്നെ
ജോൺ 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 റിലാക്സ്. നീ റേപ്പ് ചെയ്തിട്ടേ ഇല്ല ജോൺ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. യെസ്, ഞങ്ങളൊരു പ്ലേ ചെയ്തതാ. ഷീസ് ഓൾസോ എ ഡോക്ടർ. നോ. ക്യാൻ വി സ്റ്റാർട്ട് ദ പ്ലേ? ഷ്യൂർ. ഡോക്ടർ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ജോൺ നിങ്ങളെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നീ എനിക്ക് ഡ്രിങ്ക് തന്നതാ, ബട്ട് ഞാൻ കോൺഷ്യസ് ആയിരുന്നു. എസ്കേപ്പ് ആവാൻ ഞാൻ നിന്നെ അടിക്കാൻ ട്രൈ ചെയ്തതാ. അപ്പോഴേക്ക് നീ തന്നെ തലകറങ്ങി വീണു. ബെഡിൽ കിടന്നോണ്ടിരുന്ന നിന്നെ ഹുസൈനാണ് ചെയറിലിരുത്തിയത്. അതിനുശേഷം ഞങ്ങളുടെ പ്ലേ സ്റ്റാർട്ടായി. നീ ചെയ്യുന്നത് ആർക്കും അറിയില്ലെന്ന് വിചാരിക്കരുത്. എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. നിന്റെ വൈഫ് ആൽക്കഹോളിക് അനോണിമസിലുള്ള ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്തു. കുടിച്ചിട്ട് നീ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. അതൊക്കെ സഹിച്ചു ജീവിച്ച ഇവൾക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നീ ചെയ്ത തെറ്റു മാത്രം സഹിക്കാനേ കഴിഞ്ഞില്ല. കുടിക്കുന്നത് കൊണ്ടാണ് ആ തെറ്റ് നീ ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കി. നിന്നെ അവൾക്ക് വേണമെന്നും കുടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞു. 2 months ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്ലാൻ ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നിന്റെ ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് ഞങ്ങളുടെ പ്ലാനിന് വർക്കൗട്ടായി. കുടി കാരണം നീ എന്തൊക്കെ ചെയ്തെന്ന് നിനക്ക് മനസ്സിലാക്കി തരാനും കുടി എത്ര ക്രൂരമായ കാര്യമാണെന്ന് കുടിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടെലികാസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കാണുന്നവരിൽ ഒരു 5% എങ്കിലും നന്നാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുടിയൊരു ഗുണപ്പെടുത്താൻ പറ്റാത്ത രോഗമേ അല്ല. TB, ടൈഫോയിഡ്, മലേറിയ പോലെ ഒരു സാധാരണ രോഗമാണ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റും റിലേറ്റീവ്സിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഗുണപ്പെടുത്താം. നിന്റെ അച്ഛനും അമ്മയ്ക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വിഷമിച്ചു. നിന്റെ വൈഫ് നിന്നെക്കുറിച്ച് എപ്പോ മുഴുവനും മനസ്സിലാക്കിയോ അപ്പൊ തന്നെ നിന്റെ മാതാപിതാക്കളെയും കെയർ ചെയ്യാൻ തുടങ്ങി. നീ അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഡ്രിങ്ക്സ് വലിച്ചെറിയ്, ട്രീറ്റ്മെന്റിന് വാ. നിന്റെ നല്ല ജീവിതം നിനക്ക് വീണ്ടും തിരിച്ചു കിട്ടും. കമോൺ ജോൺ.